ഹായ് ഓൾ, നിഹ ഫ്രോക്ക് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിതിൻ്റെ ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഉള്ള സ്കേർട്ടിൻ്റെ കട്ടിങ്ങായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മളിതിലേക്ക് വേണ്ടിയിട്ട് 4 മീറ്റർ നെറ്റ് ഫാബ്രിക്കാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ 2 മീറ്റർ സാറ്റിനും യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ 4 മീറ്റർ നെറ്റ് ഫാബ്രിക് നമ്മൾ 2 ലെയറുകളായിട്ടാണ് ഇതിലേക്ക് കൊടുക്കുന്നത്. 2 മീറ്റർ നമ്മൾ സാറ്റിനും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് വേണ്ട ലെങ്ത്തിൽ ഞാനിവിടെ നെറ്റ് ഫാബ്രിക്കിനെയും സാറ്റിൻ ഫാബ്രിക്കിനെയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്കേർട്ടിലേക്ക് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് കറക്റ്റായിട്ട് ഇതാ ഇവിടെ നമ്മൾ തയ്യൽ തുമ്പൊക്കെ കൂട്ടിയതിന് ശേഷം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. 19.5 ഇഞ്ചിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിതാ ബെൽറ്റിനുള്ള പീസും കൂടെ എടുത്തിട്ടുണ്ട്. ഈ 2 പീസും ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബെൽറ്റ് പോർഷനിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്കേർട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുള്ളതും കൂടെ നോക്കാം കേട്ടോ. അപ്പോൾ 2 വയസ്സായിട്ടുള്ള ഒരു ബേബിക്ക്, 2 to 2.5 വയസ്സായിട്ടുള്ള ഒരു ബേബിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്കേർട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. കറക്റ്റായിട്ടുള്ള ഒരു മെഷർമെൻറ്റ് പറയാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് 2 ഇയർ ബേബിയുടെ മേനിയല്ല ആ ഒരു കുട്ടി തോന്നിക്കുന്നത്, അതിലേറെ കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു മെഷർമെൻറ്റ് പറയാത്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സാറ്റിന് 2 പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് 2നെയും നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിലേറെ വിടുത്ത് ആ ഒരു സ്കേർട്ടിന് വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. നമ്മൾ കോട്ടൺ ഒന്നും വെച്ച് കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് സാറ്റിൻ നമുക്ക് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് ഫ്രിൽസും കിട്ടും, നല്ല സ്പേസും നമുക്ക് അവിടെ കിട്ടുന്നതാണ് കേട്ടോ. സ്കേർട്ട് ഒന്നുകൂടെ പഫി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും അത് നമ്മളെ ഹെൽപ്പാക്കും. അതുപോലെ തന്നെ 4 മീറ്റർ നെറ്റ് ഫാബ്രിക്കിനെ നമ്മൾ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 8 മീറ്റർ ആയിട്ടാണ് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യം 4 മീറ്ററിൽ ഒരു ലെയർ നമ്മൾ ചെയ്തെടുക്കും. അതിന് ശേഷം രണ്ടാമതായിട്ട് നമ്മൾ 4 മീറ്ററിൽ ഒരു ലെയറും കൂടെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സാറ്റിന് നമ്മൾ തയ്യൽ തുമ്പ് കാണാത്ത വിധത്തിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സാറ്റിൻ്റെ ഇതുണ്ടോ സൈഡിലൊക്കെ ഒരുപാട് നൂലുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ നൂലുകളൊക്കെ ഇങ്ങനെ അടർന്നു പോന്നിട്ട് നമ്മൾ മെഷർമെൻറ്റ് തെറ്റാനും അതുപോലെ തന്നെ ബേബീസിന് ബുദ്ധിമുട്ടുണ്ടാക്കാനും ക്ലോത്തിന് ഡാമേജ് വരാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യൽ തുമ്പ് കാണാത്ത വിധത്തിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമുക്കിതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. തയ്യൽ തുമ്പ് കാണാതെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. സാറ്റിൻ ലൈനിങ് ഇതാ ഇതുപോലെ നമ്മൾ ചെറിയ പ്ലേറ്റുകൾ ഇട്ടിട്ട് വേസ്റ്റ് റൗണ്ടിൽ കറക്റ്റ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സാറ്റിൻ ലൈനിങ് മുഴുവനായിട്ട് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റുകൾ ഇട്ടിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. സാറ്റിൻ ലൈനിങ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ 4 മീറ്ററിൽ കട്ട് ചെയ്തെടുത്ത 2 നെറ്റ് ഫാബ്രിക് നമ്മുടെ കയ്യിലില്ലേ, അപ്പോൾ നമ്മൾ അത് ഓരോന്നും എന്ത് ചെയ്യണ്ട, ഇതുപോലെ ചെറിയ ചെറിയ രീതിക്ക് നമുക്ക് പ്ലേറ്റുകളിട്ടിട്ട് ഷാറാക്കിയിട്ട് തന്നെ നമുക്ക് മുഴുവനായിട്ട് പ്ലേറ്റുകളിട്ടിട്ട് എടുക്കാം. ആദ്യം 2 സൈഡുകളും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ 2 സൈഡുകളും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിതാ ഇതുപോലെ പ്ലേറ്റുകളിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ സാറ്റിൻ ലൈനിങ്ങിന് കറക്റ്റായിട്ട് തന്നെ നെറ്റ് ഫാബ്രിക്കും കൂടെ ഫ്രീസ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇതാ റൗണ്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 നെറ്റിൻ്റെ പീസുകളും നമ്മളിതുപോലെ ഫ്രീസ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് 3ഉം കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഒരുമിച്ച് വെച്ചിട്ടൊന്ന് പ്രസ് സ്റ്റിച്ചും കൂടെ കൊടുക്കണം കേട്ടോ. പ്രസ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്കേർട്ട് പോർഷനെ മാറ്റി നിർത്താം. ഇനി നമുക്കിതിലെ ബെൽറ്റ് പോർഷന് വേണ്ടിയിട്ട് കുറച്ച് പോർഷൻസ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് പീസ് വരുന്നത്. അപ്പോൾ ആ വർക്ക് പീസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോൾഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ബെൽറ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു പീസും നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 4.5 ഇഞ്ച് വിടുത്തിലാണ് നമ്മൾ ആ ഒരു ബെൽറ്റിന് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. വിടുത്താണ് പറഞ്ഞത്, ലെങ്ത്ത് നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു രീതിക്ക് എടുക്കാം. വേസ്റ്റ് റൗണ്ടിൻ്റെ കുറച്ച് കൂടുതലായിട്ടാണ് നമ്മളെപ്പോഴും എടുക്കേണ്ടത്, കാരണം നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മളിതാ വർക്ക് പീസ് എടുത്തിട്ടുണ്ട്. വർക്ക് പീസ് ഇതാ ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വർക്ക് പീസിലുള്ള മുത്തുകളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗത്തേത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ സാറ്റിന് നമ്മളിതാ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പീസ് കുറവായതുകൊണ്ടാണ് നമുക്കങ്ങനെ ആ ഭാഗത്ത് ജോയിൻറ്റ് വന്നിട്ടുള്ളത് കേട്ടോ.
ഏതായാലും നമുക്കങ്ങനെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിതുപോലെ വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മുടെ വർക്ക് പീസ് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു സെൻറ്ററിലേക്ക് വരത്തക്ക വിധത്തിൽ കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. 2 ഇഞ്ച് വിടുത്ത് മാത്രം മതി നമ്മുടെ വർക്ക് പീസിന് കേട്ടോ. അപ്പോൾ സാറ്റിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മൾ നല്ല ഭാഗമാണ് താഴേക്ക് വരത്തക്ക വിധത്തിൽ വെച്ചിട്ടുള്ളത്. ഉൾഭാഗത്തേക്ക് നല്ല ഭാഗം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അരികത്തിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ മറിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഭാഗം നീറ്റായിട്ട് തന്നെ കിട്ടുന്നതാണ്. അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതാ സാധാ രീതിക്ക് എങ്ങനെയാണോ വേസ്റ്റിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാറ് അതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതാ ഇതുപോലെ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് സാറ്റിനും കിട്ടും, മറ്റേ ഭാഗത്ത് നമുക്ക് വർക്ക് പീസായിട്ടും കിട്ടും കേട്ടോ. പുറമേക്ക് നമ്മളെ ബേബീസ് ഇട്ട് കാണുന്നത് നമ്മൾ എന്തായിരിക്കും, വർക്ക് പീസായിരിക്കും. ഉൾഭാഗത്തേക്ക് എന്തായിരിക്കും, സാറ്റിനും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബേബീസിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇതാ കണ്ടോ, ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്തതാണ്, പക്ഷേ എഡിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് മിസ്സാണ് കേട്ടോ. പിന്നെ വെറുതെ ഈ ഒരു വീഡിയോ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഔട്ട്ഫിറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ ക്രോപ്പ് ടോപ്പിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സ്കേർട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതായിരുന്നു, ബട്ട് എഡിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി.